ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന ചെറിയൊരു ടോപ്പിക്കാണ്. ഇത് മേ ബി തിയറി ക്വസ്റ്റ്യനായിട്ട് 2-3 മാർക്സിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. എന്താണ് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എഴുതേണ്ട സിൻറ്റാക്സ് ആണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ഇത് സംഭവം എന്തെന്ന് വെച്ചാൽ, നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് നമ്മളിവിടെ കണ്ടീഷൻ എഴുതി ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഈ മറ്റൊരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ വരും. അപ്പോൾ അതായത് സാധാരണ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് പിന്നെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ അതിനെ നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ഇവിടെ ഇപ്പം നോക്കുക, ഇവിടെ ഇഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഇതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം. അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പിന്നെയും ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. എന്നിട്ട് അതിലൊരു കണ്ടീഷൻ, മറ്റൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുകയാണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. അതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയാണെങ്കിൽ എൽസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ അടുത്ത ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി ആക്കാം. അതായത് സാധാരണ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് പിന്നെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. അങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ അതിനെ നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് എന്ന് നമ്മൾ സാധാരണ വിളിക്കും. അത്രയേ ഉള്ളൂ. ഇവിടെ ഇഫ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ എൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ ഇഫ് കണ്ടീഷൻ്റെ അകത്ത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് പിന്നെ നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് എന്ന് പറയും. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് സാധാരണ തിയറി ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ളൂ. നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം എഴുതുക എന്നൊന്നും സാധാരണ എക്സാമിന് ചോദിക്കാറില്ല. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോഴേക്കും സാധാരണ അത് വന്നു പോകുന്നതാണ് അങ്ങനെ. അല്ലാതെ മനഃപൂർവ്വം നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് എന്ന ഫോർമാറ്റിൽ തന്നെ പ്രോഗ്രാം എഴുതണം എന്നൊന്നും എക്സാമിന് ചോദിക്കാറില്ല. നമ്മൾ എഴുതി വരുമ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് പിന്നെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തു പോകും. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതിന് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് എന്ന് പറയും. അത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പം ഞാനൊരു പ്രോഗ്രാമിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാം നമ്മൾ മുന്നേ ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ എഴുതിയതാണ്. 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ലാർജർ നമ്പർ ഏതാണെന്നുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടാനുള്ള പ്രോഗ്രാം അത് നമ്മൾ ആൾറെഡി എഴുതിയത് തന്നെയാണ്. നമ്മുടെ കണ്ടീഷണൽ ഓപ്പറേറ്ററൊക്കെ ഉപയോഗിച്ച് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് മോഡ്യൂളിലെ വീഡിയോയിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യുന്നു. 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യുമ്പോൾ ദ ബിഗർ നമ്പർ ഈസ് എന്ന് പറഞ്ഞ് ആ വലിയ നമ്പറിന് ഏതാണെന്നുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ ഈ സംഭവം നമ്മൾ ഇത് പല ലോജിക്കിൽ എഴുതാം. അതിലൊരു ലോജിക്കാണ് ഞാനൊരു ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ലോജിക്ക് ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ എന്തായാലും ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് പിന്നെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന ആ ഒരു അവസ്ഥ വരും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിനെ നെസ്റ്റഡ് ഇഫ് എൽസ് അല്ലെങ്കിൽ നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് എന്നായിരിക്കും അത് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പം 3 ഇൻപുട്ടായിട്ട് 3 വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുത്തു. ആദ്യം എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യുക. ഈ ഈസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇഫ് തന്നെയാണ്. ഈസ് എ ഗ്രേറ്റർ ദാൻ ബി, അതായത് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന കണ്ടീഷൻ ചോദിക്കുകയാണ്. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ, അതായത് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് ചോദിക്കുമ്പോൾ എ ആണ് വലുത് എങ്കിൽ അതിന് വീണ്ടും അത് ചെക്ക് ചെയ്യുന്നത് സി യു ആയിട്ടുള്ള കമ്പാരിസൺ ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതായത് ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ, കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ പിന്നെ ഒരു ഇഫ് കണ്ടീഷൻ ചോദിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ബിഗ് ഈക്വൽ ടു എ എന്ന് പറയുന്നു. എന്നിട്ട് ആ ബിഗിനെ അങ്ങ് ഡിസ്പ്ലേ ചെയ്യുന്നു. അതേസമയം ഇതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ ബിഗ് ഈക്വൽ ടു സി എന്നും കൊടുക്കുന്നു. അതേസമയം ഇവിടെ ആദ്യമേ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ അത് പിന്നെയും അടുത്തൊരു ചെക്കിലോട്ട് പോവുകയാണ്. പിന്നെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരും. ബി ഗ്രേറ്റർ ദാൻ സി ആണോ, ഇവിടെ ഇപ്പം എ ഗ്രേറ്റർ ദാൻ ബി അതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബി ആണ് വലുത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ സി യു ആയിട്ട് കമ്പയർ ചെയ്യുക. സി യു ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ബി ഗ്രേറ്റർ ദാൻ സി എന്നത് ചോദിക്കും. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ബിഗ് ഈക്വൽ ടു ബി എന്ന് കൊടുക്കും. ഔട്ട്പുട്ട് ഫാൾസ് ആണെങ്കിൽ ബിഗ് ഈക്വൽ ടു സി എന്ന് വരും. അപ്പോൾ അതായത് സാധാ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് പിന്നെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരികയാണ്. അപ്പോൾ അത് തന്നെ ഇഫ് അതിൻ്റെ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിലും അങ്ങനെ വരും. അതിൻ്റെ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണെങ്കിലും ആ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ അകത്ത് വീണ്ടും വരും. അപ്പോൾ അങ്ങനെ എഴുതുന്നതിന് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് എന്നാണ് സാധാരണ പറയുന്നത്. അതിൻ്റെ പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് ആ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന 3 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ടും പിന്നെ ബിഗ് എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്തു. ബിഗ് എന്ന് പറഞ്ഞ് നമ്മൾ ആ വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു വേരിയബിൾ. പിന്നെ എൻ്റർ 3 നമ്പേഴ്സ് എന്ന് പറയുന്നു. ആ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന 3 വാല്യൂസിനെ എയിലോട്ടും ബിയിലോട്ടും സിയിലോട്ടും സ്റ്റോർ ചെയ്യുന്നു സി ഇൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച്. അത് കഴിഞ്ഞ് ആദ്യം ചോദിക്കുകയാണ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന കണ്ടീഷൻ ചോദിക്കുകയാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ അതിൻ്റെ അകത്തോട് പിന്നെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുകയാണ്. ആ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചോദിക്കുന്നതാണ്. അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ ബിഗ് ഈക്വൽ ടു എ എന്ന് പറയുന്നു. എന്നാൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ ബിഗ് ഈക്വൽ ടു സി, എൽസ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ഈക്വൽ ടു സി എന്ന് കൊടുത്തിട്ടുണ്ട്.
അതേസമയം ആദ്യമേ ഇവിടെ ചെക്ക് ചെയ്യപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളത് ചെക്ക് ചെയ്യപ്പം അതിൻ്റെ ഔട്ട്പുട്ട് ആദ്യമേ തന്നെ ഫാൾസ് ആണ് എങ്കിൽ നേരെ എൽസ് എന്ന് പറഞ്ഞ ആ സെക്ഷനിലോട്ട് വരും. അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീണ്ടും ഒരു ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടെ ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ, അതായത് ബി ആണ് വരുന്നതെങ്കിൽ ബിക്ക് ഈക്വൽ ടു ബി എന്ന് കൊടുക്കുന്നു. അതേസമയം ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ എൽസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സാധാ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് അകത്ത് തന്നെ പിന്നെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് അല്ലെങ്കിൽ നെസ്റ്റഡ് ഇഫ് എൽസ് എന്നൊക്കെ അതിന് വിളിക്കുന്നത്. ഇത് സാധാരണ തിയറി ക്വസ്റ്റ്യനായിട്ട് ചിലപ്പോൾ ചോദിക്കുക, എന്താണ് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് എന്ന് സംഭവം തിയറി ആയിട്ട് സാധാരണ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എഴുതാനുള്ള ഈ സിൻടാക്സ് ആണ് ഞാൻ ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് എന്ന് പറയുന്നത്. അടുത്ത വീഡിയോ നമുക്ക് ലാഡർ എന്താണ് പഠിക്കുക. ഇഫ് എൽസിൻ്റെ ലാഡർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെന്താണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.